മുഗളർക്ക് മുന്നിൽ ബിജാപൂർ വീണതിനെ തുടർന്ന് മറാത്തയുടെ പടകൾ പഴയ ബിജാപൂരിൻ്റെ മേഖലകളിലേക്ക് കടന്നു കയറി ആക്രമണവും ധനസമാഹരണവുമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഈ സമയം ബിജാപൂരിൻ്റെ ജനറലായിരുന്ന കഴിവുറ്റ മുഗളരെ എതിർത്തിരുന്ന സർജാ ഖാൻ മുഗൾ ഉദ്യോഗത്തിൽ ചേർന്നതുകൊണ്ട് തന്നെ ഔറംഗസേബ് ഇദ്ദേഹത്തെ സ്വരാജ്യയിലേക്ക് കടന്നു കയറാൻ നിയോഗിച്ചു. സർജാ ഖാൻ്റെ പട അതിവേഗം സ്വരാജ്യയിലേക്ക് കടന്നു കയറുകയുമുണ്ടായി. ഈ മുന്നേറ്റത്തെ തടയാനായി മറാത്ത പട പ്രത്യക്ഷപ്പെട്ടു. 1687 ഡിസംബറിൽ മറാത്തയും സർജാ ഖാൻ്റെ മുഗൾ പടയും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ നടക്കുകയുണ്ടായി. മറാത്ത പടയെ നയിച്ചത് സേനാധിപതിയായ ഹംബീർ റാവു മോഹിതയായിരുന്നു. യുദ്ധത്തിൽ മറാത്തകൾ വിജയിച്ചെങ്കിലും അവരുടെ നായകനായ ഹംബീർ റാവു മോഹിതെ കൊല്ലപ്പെടുകയുണ്ടായി. സംഭാജിയെ സംബന്ധിച്ചിടത്തോളം ഹംബീർ റാവു അത്രമേൽ നിർണായകമായ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് സംഭാജിയുടെ ജീവിതകാലം നോക്കിയാൽ മനസ്സിലാവും. അപ്രകാരം ഹംബീർ റാവു മോഹിതയുടെ മരണം സ്വരാജ്യയ്ക്കും സംഭാജിക്കും തീരാ നഷ്ടമായി മാറി. അദ്ദേഹം കല്യാൺ, ഭിവന്തി, പൻഹാല മേഖലകളിലെല്ലാം തന്നെ മുഗൾ മുന്നേറ്റത്തെ കാലങ്ങളായി തടഞ്ഞ കഴിവുറ്റ കമാൻഡറായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ബിജാപൂരും ഗോൽക്കൊണ്ടയും വീണതുകൊണ്ട് തന്നെ സ്വരാജ്യം കീഴടക്കാൻ ഉറപ്പിച്ച ഔറംഗസേബ് ഗോൽക്കൊണ്ടയിൽ നിന്ന് ബിജാപൂരിലേക്ക് 1688 മാർച്ചിൽ എത്തുകയുണ്ടായി. തുടർന്ന് പലരുടെയും നേതൃത്വത്തിൽ വമ്പൻ സൈന്യങ്ങളെ തന്നെ സ്വരാജ്യയ്ക്ക് നേരെ നിയോഗിക്കുകയും ചെയ്തു. അസമിൻ്റെ നേതൃത്വത്തിൽ മുഗൾ പട ബൽഗാം മേഖലകൾ തകർത്തപ്പോൾ ഗാസിയുദ്ദീൻ ഖാൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പട അധോണി ഫോർട്ടൊക്കെ പിടിച്ചെടുത്തു. ഇവിടെ വച്ച് സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിച്ച സിദ്ദി മസൂദും മുഗളർക്ക് കീഴടങ്ങേണ്ടി വന്നു. ഒടുവിൽ മുഗൾ സൈന്യത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ബഗ്ലാൻ മേഖലയിൽ മുന്നേറ്റം തുടർന്ന മുഗളർ 1688 പാട്ട ഫോർട്ട് കീഴടക്കുകയുണ്ടായി. തുടർന്ന് മുഗൾ പട കീഴടക്കാൻ ബുദ്ധിമുട്ടുകളേറെയുള്ള കുളാങ് കോട്ട കീഴടക്കാൻ നടപടികളെടുത്തു. അത്രമേൽ ഉയരത്തിലുള്ള കോട്ട കീഴടക്കാനായി ഈ മേഖലയിലെ സ്വാഭാവിക ജനതയെയും മുഗളർ ഉപയോഗിക്കുകയുണ്ടായി. ഈ മുന്നേറ്റങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് മതാബർ ഖാൻ ആയിരുന്നു. ഈ കോട്ടയും പിടിച്ചെടുത്ത് മതാബർ ഖാൻ്റെ മുഗൾ പട 1688 അവസാനത്തോടെ ഔന്ധ, കവ്നായ്, ഹരിശ്ചന്ദ്രഗഡ്, മദൻഗഡ് തുടങ്ങി ഒട്ടനവധി കോട്ടകൾ പിടിച്ചെടുക്കുകയുണ്ടായി. ബഗ്ലാൻ മേഖലയിൽ മറാത്തയുടെ കൈകളിൽ അവശേഷിച്ചിരുന്ന ട്രയംബകേശ്വർ കോട്ടയും 1688 അവസാനത്തോടെ മുഗൾ പട ഉപരോധം ഏർപ്പെടുത്തി. അതിലൂടെ കൊങ്കൺ മേഖലയിലേക്ക് മുഗൾ പടയ്ക്ക് മുന്നേറാനുള്ള സാഹചര്യം ഒരുങ്ങുകയുണ്ടായി. ഇതുപോലെ പലയിടങ്ങളിലും മറാത്ത കോട്ടകൾ ഒന്നൊന്നായി മുഗളർക്ക് മുന്നിൽ വീണു തുടങ്ങി. 1688 തന്നെ മറ്റിടങ്ങളിൽ കൊഹോജ് കോട്ടയും സാമൻഗഡ് കോട്ടയും സാരസ്ഗഡ് കോട്ടയും ഒക്കെ മുഗളർ പിടിച്ചെടുത്തു. അതോടെ അതുവരെയും ഇല്ലാത്ത രീതിയിൽ സ്വരാജ്യയുടെ മേഖലകളിലേക്ക് കടന്നു കയറി മുഗൾ ആക്രമണം പതിവായി. പല മേഖലകളും പിടിച്ചെടുക്കുകയും ചെയ്തു. സ്വരാജ്യയുടെ അതിരുകൾ ചുരുങ്ങിത്തുടങ്ങി. ഇത്തരത്തിലുള്ള മുന്നേറ്റം കൊങ്കൺ മേഖലയിലെ മറാത്ത സൈനികരുടെ വീര്യം തകർക്കുകയും ചെയ്തു. അതുവരെയും മലനിരകളും ഉയർന്ന കോട്ടകളും നൽകിയ സംരക്ഷണം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നെത്തുകയാണ്. അസോജിക്ക് നൽകിയതുപോലെ ഉദ്യോഗവും പദവിയും ലഭിക്കുമോ എന്ന രീതിയിൽ പലരും മുഗളരുമായി ചർച്ചകളും നടത്തി. ഗോൽക്കൊണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറലായിരുന്ന ഷെയ്ഖ് നിസാം 1687 മുഗളർക്കൊപ്പം ചേർന്നിരുന്നു. അദ്ദേഹത്തിന് 6000 വരുന്ന പടയും മുഖാറബ് ഖാൻ എന്ന പേരുമൊക്കെ നൽകിയിരുന്നു. 1688 ഇദ്ദേഹത്തെ പൻഹാല മേഖലയിൽ നിയോഗിക്കുകയുണ്ടായി. സംഭാജിയുടെ നീക്കങ്ങൾ അറിയാനായി ഇദ്ദേഹം മിക്ക മേഖലകളിലും ചാരന്മാരെ നിയോഗിക്കുകയും ചെയ്തു. നാൾക്ക് നാൾ മുഗൾ മുന്നേറ്റം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ കവി കലേഷും മറാത്ത മേഖലയിലെ ചില പ്രബലരും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടായി. അതിനെ തുടർന്ന് കവി കലേഷിന് വിശാൽഗഡിലേക്ക് രക്ഷപ്പെടേണ്ടിയും വന്നു. അതോടെ സംഭാജി തന്നെ പ്രത്യക്ഷപ്പെടുകയും ഷിർക്കെ വിഭാഗത്തെ തോൽപ്പിക്കുകയും ചെയ്തു. 1688 ഒക്ടോബർ നവംബർ കാലത്ത് ഇത്തരത്തിൽ കലാപക്കൊടി ഉയർത്തിയ ഷിർക്കെ വിഭാഗത്തെ തോൽപ്പിക്കുന്നതിൽ സംഭാജിക്ക് നിലകൊള്ളേണ്ടി വന്നു. ഇതേ സമയം മുഖാറബ് ഖാൻ്റെ നേതൃത്വത്തിൽ പൻഹാല കോട്ട കീഴടക്കാനുള്ള ചില നടപടികളും ആരംഭിച്ചു. കോട്ടയിലെ മറാത്ത ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിലൊരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു. എന്നാൽ ഇതറിഞ്ഞ സംഭാജി ഉടനെ ഇവിടെ എത്തി മുഗളരുമായൊക്കെ ഏറ്റുമുട്ടി ഈ ഒരു നീക്കം പരാജയപ്പെടുത്തി. ഒപ്പം പൻഹാല കോട്ടയിലെ പലരെയും തടങ്കലിലാക്കുകയും ചെയ്തു. തടങ്കലിലാക്കിയവരിൽ പ്രഹ്ലാദ് ഇറാജിയും ഉൾപ്പെടും എന്ന് കാണാം. സംഭാജി പൻഹാല മേഖലയിൽ നിൽക്കുന്ന അതേ സമയത്ത് ഔറംഗസേബ് മറാത്തയുടെ ഏറ്റവും നിർണായകമായ റായ്ഗഡ് കോട്ട തന്നെ പിടിച്ചെടുക്കാനായി 1688 ഡിസംബറിൽ സുൽഫിക്കർ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പടയെയും അയക്കുകയുണ്ടായി. അങ്ങനെ ആ പട മാർച്ച് ആരംഭിച്ചു.
1689 ജനുവരിയിൽ പൻഹാല വിശാൽഗഡ് മേഖലയിൽ നിലനിന്നിരുന്ന സംഭാജി റായ്ഗഡ് ലക്ഷ്യമാക്കി വരുന്ന സുൽഫിക്കർ ഖാനെ നേരിടാനായി തിരികെ വരികയും ചെയ്തു. റായ്ഗഡിലേക്കുള്ള വരവിൽ സംഭാജിയും കവി കലേഷും സംഗമേശ്വറിൽ ഒരു ദിവസം തങ്ങുകയുണ്ടായി. സർദേശായി കുടുംബത്തിൻ്റെ മേഖലയായിരുന്നു ഇവിടം. ഇവിടെ വച്ചാണ് മുഖാറബ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ പട ആക്രമിക്കുന്നതും സംഭാജിയെ ജീവനോടെ പിടികൂടുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് പല ചരിത്ര നിരീക്ഷണങ്ങളുമൊക്കെ കാണാം. അതിനെ വിശകലനം ചെയ്യുമ്പോൾ 1688 മുതൽ തന്നെ സംഭാജിയുടെ നീക്കങ്ങളെ മുഗൾ പട കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നു. അതേ വർഷം കോലാപൂർ മേഖലകളിൽ മുഗൾ മുന്നേറ്റം ഉണ്ടായതിനെ തുടർന്ന് ഭാര്യയായ യേശുഭായിയുടെ ബന്ധുക്കൾ അഥവാ ഷിർക്കെ കുടുംബം കലാപക്കൊടി ഉയർത്തി. അതിനെ തകർക്കാനായി റായ്ഗഡിൽ നിന്നും സംഭാജി അവിടേക്ക് എത്തുകയും കലാപക്കൊടിയൊക്കെ അടിച്ചമർത്താനായുള്ള നടപടികളെടുത്ത് പൻഹാലയിലെയും വിശാൽഗഡിലെയും പ്രതിരോധ നിരകളൊക്കെ വർദ്ധിപ്പിച്ച് തിരിച്ച് റായ്ഗഡിലേക്കുള്ള വഴിയെ സംഗമേശ്വറിൽ തങ്ങുകയുണ്ടായി. കോലാപൂർ മേഖലകളിൽ നിന്ന് സംഗമേശ്വറിലേക്ക് ഒരു മുഗൾ മുന്നേറ്റം അതിവേഗം ഒരിക്കലും സംഭാജി പ്രതീക്ഷിച്ചിരുന്നില്ല. പൻഹാല മേഖലയിൽ നിലയുറപ്പിച്ച മുഖാറബ് ഖാൻ എല്ലായിടത്തും ചാരന്മാരെ നിർത്തിയിരുന്നത് കൊണ്ട് തന്നെ സംഭാജി സംഗമേശ്വറിൽ ഉണ്ടെന്ന വിവരമറിഞ്ഞ് ആ രാത്രിയിൽ തന്നെ മുഗൾ പട ദുർഘടമായ കാടുവഴികളിലൂടെ സംഗമേശ്വർ ലക്ഷ്യമാക്കി കുതിക്കുകയുണ്ടായി. ഇതിനൊരു പക്ഷേ കളം മാറ്റി ചവിട്ടിയ മറാത്തകളുടെ സഹായവുമൊക്കെ ലഭിച്ചിരിക്കാം. ഏതായാലും മുഗൾ സൈനിക മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മറാത്താചാരന്മാർ വിവരമറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സംഭാജി വിശ്വസിക്കുകയുണ്ടായില്ല എന്ന് പറയുന്നു. മദ്യപിച്ചതായും പറയുന്നുണ്ട്. അഥവാ മുഗൾ പടയുടെ മുന്നേറ്റത്തെ തടയാനായി മറാത്തയുടെ പ്രതിരോധ നിരകൾ എവിടെയും സജ്ജമാക്കിയില്ല എന്നത് തന്നെ. രാവിലെ സംഭാജി റായ്ഗഡിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോഴാണ് മുഗൾ പട സംഗമേശ്വറിലേക്ക് എത്തുന്നത്. ഈ സമയം പൂർണ്ണ ബോധവാനായ സംഭാജി പുറത്തിറങ്ങുകയും വീറോടെ മുഗളരുമായി പൊരുതുകയുമുണ്ടായി. സംഭാജിയുടെ ഒപ്പം വളരെ കുറച്ച് സൈന്യം മാത്രമേ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ വലിയ സൈന്യമൊക്കെ നേരത്തെ തന്നെ റായ്ഗഡിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കാം. ഏതായാലും സംഗമേശ്വറിലെ യുദ്ധത്തിൽ സന്തത സഹചാരിയായ കവി കലേഷിന് പരിക്കേൽക്കുകയും പിടിക്കപ്പെടുകയും ചെയ്തു. ജനറലായിരുന്ന മൽഹോജി ഗോർപ്പടെ കൊല്ലപ്പെട്ടു. അതോടെ സംഭാജി സർദേശായി കുടുംബത്തിൻ്റെ ഭവനം പ്രതിരോധമാക്കി. ഇവിടേക്ക് മുഖാറബ് ഖാൻ്റെ മകനായ ഇഖ്ലാസ് ഖാനും കുറച്ചുപേരും ഭവനത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കുകയുണ്ടായി. അല്പനേരത്തെ പോരാട്ടത്തിനൊടുവിൽ സംഭാജിയെ പരാജയപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്തു. സംഭാജിയോടൊപ്പം പോരടിച്ചിരുന്നവരിൽ പ്രമുഖരായ മൽഹോജി ഗോർപ്പടയുടെ മകനായ സന്താജി ഗോർപ്പടെ, കണ്ടോ ബല്ലാഡ് ചിത്തിനി തുടങ്ങിയവർ സംഗമേശ്വറിൽ നിന്ന് രക്ഷപ്പെട്ട് റായ്ഗഡിലേക്ക് എത്തുകയുണ്ടായി. സംഭാജിയെ പിടികൂടിയെന്ന വാർത്ത സ്വരാജ്യ മേഖലയെ സ്തംഭിപ്പിച്ചു എന്ന് പറയാം. ഏതായാലും സംഭാജിയെയും കവി കലേഷിനെയും മുഗൾ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന വഴികളിലെവിടെയും കാര്യമായ മറാത്ത പ്രത്യാക്രമണമൊന്നും എവിടെയും നടന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. 1689 ഫെബ്രുവരി 15 സംഭാജിയെ ഔറംഗസേബിൻ്റെ ക്യാമ്പിൽ എത്തിക്കുകയുണ്ടായി. സംഭാജിയെ അധിക്ഷേപിക്കണം അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ പരിഹാസമാക്കണം എന്ന ഔറംഗസേബിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുഗൾ ക്യാമ്പ് എത്തുന്നതിന് 4 കിലോമീറ്റർ മുന്നേ തന്നെ ചങ്ങലകളിൽ ബന്ധിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ പരിഹാസരൂപേണ നടത്തിക്കുകയുണ്ടായി. കാഴ്ച കാണാൻ ആയിരങ്ങൾ നിറയുകയും ചെയ്തത്രേ. ഒടുവിൽ ഔറംഗസേബ് ഇരിക്കുന്ന ദർബാർ മേഖലയിലേക്ക് എത്തിക്കുകയുണ്ടായി. അത്രയും വലിയ രീതിയിൽ അപമാനവും വേദനയും ഒക്കെ സഹിച്ചപ്പോഴും വിജയഭേരിയിൽ നിൽക്കുന്ന ഔറംഗസേബിന് മുന്നിൽ തല താഴ്ത്താൻ സംഭാജി തയ്യാറായതേയില്ല. പലരും സംഭാജിയെ കൊണ്ട് തല താഴ്ത്തിക്കാൻ ശ്രമിച്ചിട്ടും അതിന് മാത്രം സംഭാജി സമ്മതിച്ചില്ല എന്ന് കാണാം. പ്രകാരം അവസാന നിമിഷങ്ങളിലും ഔറംഗസേബിന് മുന്നിൽ വീറോടെ പൊരുതി നിന്നു സംഭാജി എന്ന് വിശേഷിപ്പിക്കാം. തുടർന്ന് സംഭാജിയെയും കവി കലാഷിനെയും തടങ്കലിലേക്ക് മാറ്റുകയുണ്ടായി. അതേ രാത്രിയിൽ തന്നെ സംഭാജിയുടെ കാഴ്ചശക്തി ഇല്ലാതാക്കുകയും കവി കലേഷിൻ്റെ നാവ് മുറിച്ചു കളയുകയുമുണ്ടായി. സംഭാജിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളുമായി ബന്ധപ്പെട്ടും പല പല എഴുത്തുകളൊക്കെ കാണാം. ഔറംഗസേബിൻ്റെ നിർദ്ദേശകരിൽ ചിലർ സംഭാജിയെയും കവി കലേഷിനെയും കൊല്ലേണ്ടതില്ലെന്നും അവരെ ഉപയോഗിച്ച് ബാക്കിയുള്ള മറാത്ത കോട്ടകളെയും ഉദ്യോഗസ്ഥരെയും കീഴടക്കാമെന്നും പറയുകയുണ്ടായി. തന്ത്രപ്രധാനമായ ഇടങ്ങൾ കീഴടക്കി സുരക്ഷിതമാക്കിയാൽ പിന്നെ ഇവരെ ആജീവനാന്തം തടവിലേക്ക് മാറ്റാവുന്നതുമാണ്. എന്നാൽ തങ്ങളെ എന്തായാലും കൊല്ലുമെന്നറിയുന്ന സംഭാജിയും കവി കലേഷുമൊക്കെ ഇനി ജയിലിൽ ഇട്ടാൽ പോലും നിരന്തര ശിക്ഷകൾ ഏൽക്കേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ ഒരു കരുണയ്ക്കും കാത്തുനിന്നില്ല. പകരം അവർ ഔറംഗസേബിനെതിരെ അസഭ്യവർഷം തന്നെ ചൊരിഞ്ഞത്രേ. മറ്റൊന്ന്,
സംഭാജിയിൽ നിന്ന് മറാത്തയുടെ സമ്പത്ത് എവിടെയിരിക്കുന്നു എന്നും മറാത്തകളെ സഹായിക്കുന്ന മുഗൾ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പറയാനുമൊക്കെ ആവശ്യപ്പെട്ടു എന്നതാണ്. എന്നാൽ ഇവിടെയും ഒരു ഭയവുമില്ലാതെ സംഭാജി ഔറംഗസേബിനെ വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും മുഗളരുടെ ശിക്ഷകളിലോ നീക്കങ്ങളിലോ ഒരു തരി പോലും തളരാതെ ബന്ധിതനായ സമയത്തും സംഭാജി വീറോടെ നിലകൊണ്ടു എന്ന് പറയാം. 1689 മാർച്ച് 11 സംഭാജിയെയും കവി കലേഷിനെയും മുഗളർ വധിക്കുകയുണ്ടായി. സംഭാജിയുടെ രക്തസാക്ഷിത്വം മറാത്തയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഒപ്പം അത് മുഗളരുടെ ഒരിക്കലും അവസാനിക്കാത്ത ഡെക്കാൻ യുദ്ധങ്ങളുടെ രണ്ടാം തുടക്കവുമായി മാറി. ഒടുവിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ ഒരു വലിയ കാരണം പോലുമായി അതിനെ വിശേഷിപ്പിക്കാം. ശിവാജിയുടെ ഭരണകാലത്തിന് വിഭിന്നമായി ശക്തമായ ഒരു ഭരണ സൈനിക മേഖലയായി സംഭാജിയുടെ കാലത്ത് സ്വരാജ്യം നിലകൊണ്ടില്ല എന്ന് പറയാവുന്നതാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു കാരണമായി പറയാം. അതുപോലെ തന്ത്രപ്രധാനമായ ബഗ്ലാൻ മേഖലയിലെ കോട്ടകൾ നഷ്ടപ്പെട്ടതുപോലെ സുരക്ഷിതമായിരുന്ന പലയിടങ്ങളിലും മുഗൾ മുന്നേറ്റവും സൃഷ്ടിക്കപ്പെട്ടു. സാമ്പത്തികമായും ഈയൊരു കാലത്ത് മറാത്ത വലിയ പ്രതിസന്ധികൾ നേരിട്ടു. പണമില്ലാത്തതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷുകാർ മറാത്തയെ സഹായിക്കുന്നത് പോലും നിർത്തിയിരുന്നതായി കാണാം. അങ്ങനെയെങ്കിൽ സാമ്പത്തിക സ്ഥിതിയുടെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1689 നവംബറിൽ റായ്ഗഡും വീഴുകയുണ്ടായി. അതിനു മുന്നേ തന്നെ അടുത്ത രാജാവായിട്ടുള്ള രാജാറാമിനെ ഈ മേഖലകളിൽ നിന്ന് രക്ഷിച്ച് തമിഴ്നാട്ടിലെ അതിശക്തമായ ജിഞ്ചി കോട്ടയിലേക്ക് എത്തിക്കുകയുണ്ടായി. റായ്ഗഡ് ആക്രമണ സമയത്ത് മുഗളർക്കെതിരെ തിരിച്ചടിച്ചതും രാജാറാമിനെ രക്ഷിച്ചതുമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള സന്താജി ഗോർപ്പഡയുടെ നേതൃത്വത്തിലായിരുന്നു. സംഭാജിയെ പിടികൂടിയ മുഖാറബ് ഖാനെയും മകനെയും കനത്തൊരു യുദ്ധത്തിൽ സന്താജി ഗോർപ്പഡെ തോൽപ്പിക്കുന്ന അവസ്ഥയും പിന്നീടുണ്ടായി. ഔറംഗസേബിൻ്റെ ക്യാമ്പ് തന്നെ സന്താജി ഗോർപ്പഡെ ആക്രമിക്കുന്നുണ്ട്. ഏതായാലും ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ തടവിലിട്ടെങ്കിൽ പോലും രാജാവായി മാറിയിട്ടുള്ള രാജാറാമിനെ പിടികൂടാനായി മുഗൾ പടയ്ക്ക് ജിഞ്ചിയിലേക്കും പട നയിക്കേണ്ടി വന്നു. അവിടെ വർഷങ്ങൾ നീണ്ട ഉപരോധം തന്നെ വേണ്ടിവന്നു. അപ്പോഴും രാജാറാം രക്ഷപ്പെട്ടു. മറാത്ത ഒരു ശക്തിയായി മാറി തുടങ്ങുകയും ചെയ്തു. സന്താജി ഗോർപ്പഡയുടെ നേതൃത്വത്തിൽ മുഗളർക്ക് പലയിടങ്ങളിലും വമ്പൻ പരാജയങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുഗളർക്കിടയിൽ പേടി സ്വപ്നമായാണ് സന്താജി ഗോർപ്പഡയൊക്കെ നിലകൊണ്ടത്. ഏതായാലും സംഭാജിക്ക് ശേഷം സ്വരാജ്യ മേഖലയിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണതലം ഇല്ലാതിരുന്നെങ്കിൽ പോലും പല വിഭാഗങ്ങളും സ്വരാജ്യക്കായി നിലകൊള്ളുകയും മുഗളർക്ക് നേരെ നിരന്തര ആക്രമണങ്ങൾ തുടരുകയുമുണ്ടായി. യുദ്ധങ്ങൾ അവസാനിക്കാതെ ഏതാണ്ട് 25 വർഷത്തോളം കാലം ഔറംഗസേബിന് ഡക്കാനിൽ മരണം വരെ തുടരേണ്ടിയും വന്നു. കാലങ്ങൾ നീണ്ടുനിന്ന് സാമ്പത്തികമായും മറ്റും വിജയങ്ങളൊന്നും നൽകാതിരുന്ന തീരായുദ്ധങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ തുടക്കം കൂടിയായി മാറി. മറാത്തയുടെ ചരിത്രത്തിൽ ഛത്രപതി സംഭാജിയുടെ ജീവിതകാലവും അതുകൊണ്ട് തന്നെ അത്രമേൽ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നു.